വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി അവസാനിച്ചതോടെയാണ് തിരികെ ജയിലിലേക്ക് മാറ്റിയത്. 4 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വീണ്ടും വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. അതിനിടെ ഞാനിങ്ങനെ ഒരു ലുക്ക് കൊടുത്തില്ലയോ, പി ജെയിംസ് വന്നു. അതാ ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ഉമേഷ് ബാലകൃഷ്ണൻ, പറയൂ. ഗുഡ് മോർണിംഗ് എക്സ്ചേൻ. കഴിഞ്ഞ 3 ദിവസം പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു പ്രതിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട നിർണായക മൊഴികൾ പാങ്ങോട് പോലീസ് ശേഖരിക്കുകയും ചെയ്തു. ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വീണ്ടും മാറ്റിയത്. ഇനി അടുത്ത കസ്റ്റഡിയിലെടുക്കുന്നത് വെഞ്ഞാറമൂട് പോലീസാണ്. വെഞ്ഞാറമൂട് പോലീസ് പരിധിയിലായിരുന്നു മറ്റ് കൊലപാതകങ്ങൾ നടന്നത്. അതുകൂടാതെ കിളിമാനൂർ പോലീസിന്റെ പരിധിയിൽ ഒരു കൊലപാതകം കൂടിയുണ്ട്. പക്ഷേ ഈ വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ പരിശോധനകളും ഒപ്പം മൊഴിയെടുക്കലും ശേഷം മാത്രം വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. അതിനുശേഷമായിരിക്കും കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി എടുത്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് കടം, അതായത് കുടുംബത്തിനുണ്ടായിരുന്ന കടം 40 ലക്ഷമാണ് എന്ന് പോലീസിന് അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി കൃത്യമായി തെളിയിക്കുന്ന വിവരങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു. സർഫാൻ, അതായത് അഫാനെ കൊല്ലുന്നത് അഫാൻ ക്രൂരമായ അല്ലെങ്കിൽ അഫാന് വിരോധമുണ്ടായിരുന്നു, വലിയ വിരോധമുണ്ടായിരുന്നു, അല്ലാതെ സ്നേഹം കൊണ്ടല്ല കൊന്നത് എന്നുള്ള മൊഴിയടക്കം കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മറ്റു കൊലപാതകങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതും നിർണായകമാകും. എസ് കെ എൻ.